നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയും സഹനങ്ങളുടെ കൂട്ടുകാരിയുമായ വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ദൈവത്തിന്റെ പ്രത്യേക ദാനമാണ് വിശുദ്ധ അൽഫോൻസ. സമൃദ്ധിയുടെയും ലൗകികതയുടെയും പ്രലോഭനങ്ങൾ തിരസ്കരിച്ച് വേദനയുടെയും ത്യാഗത്തിന്റെയും ദുരിത വഴികളിലാണ് 1910 ഓഗസ്റ്റ് 19 കുടമാളൂർ ഇടവകയിൽ മുട്ടത്ത് പാടത്ത് എന്ന കുടുംബത്തിൽ മേരിയുടെയും ജോസഫിന്റെയും 4ാമത്തെ പുത്രിയായി വിശുദ്ധ അൽഫോൻസ ജനിച്ചു. അവർ അവൾക്ക് നൽകിയ പേര് അന്നക്കുട്ടി എന്നായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടിയെ വളർത്തിയത് പേരമ്മയും വല്യമ്മയും ചേർന്നാണ്. ആത്മീയ ജീവിതത്തിൽ ആദ്യ വിത്തുകൾ ശൈശവത്തിൽ തന്നെ അവളിൽ വിതയ്ക്കപ്പെട്ടു. 5 വയസ്സുള്ളപ്പോൾ അന്നക്കുട്ടി കുടുംബ പ്രാർത്ഥന നയിച്ചിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പേരമ്മയായ അന്നമ്മ മുരിക്കലിന്റെ ഭവനത്തിലേക്ക് മാറി. കൗമാരപ്രായത്തിലേക്ക് എത്തിയ അന്നക്കുട്ടി അതിസുന്ദരിയായിരുന്നു. നാട്ടു നടപ്പനുസരിച്ച് സ്വസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കണമെന്ന് പേരമ്മ തീരുമാനിച്ചു. അന്നക്കുട്ടിയാകട്ടെ കർത്താവിന്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ചു. അതിനാൽ തന്റെ പാദങ്ങൾ ഉമിതയിൽ പൊള്ളിക്കുക വരെ ഉണ്ടായി. 1927 ഫർണങ്ങാനും ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ പ്രവേശിച്ചു. 1928 ഓഗസ്റ്റ് 2 ശിരോവസ്ത്രവും 1930 മെയ് 19 സഫാവസ്ത്രവും സ്വീകരിച്ചു. ശിരോവസ്ത്രം സ്വീകരിക്കുമ്പോഴാണ് അന്നക്കുട്ടി അൽഫോൻസ എന്ന പേര് സ്വീകരിക്കുന്നത്. 21ാമത്തെ വയസ്സിലാണ് അൽഫോൻസാമയ്ക്ക് കഠിനമായ രക്തസ്രാവം ബാധിക്കുകയും ധാരാളം ചികിത്സകൾ ചെയ്തു. ശസ്ത്രക്രിയയെ തുടർന്ന് താൽക്കാലികമായി സുഖം പ്രാപിച്ച അൽഫോൻസ ക്ലാരമടമക പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു. എന്നാൽ കടുത്ത അനാരോഗ്യം മൂലം 1 വർഷം മാത്രമാണ് അവിടെ തുടരാൻ സാധിച്ചത്. പിന്നീട് 1935 ഓഗസ്റ്റ് മാസം നോവിഷ്യേറ്റിനായി പ്രവേശിക്കപ്പെട്ടു. 1936 ഓഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തി. ടൈഫോയിഡ്, ന്യൂമോണിയ, പനി എന്നിവ അസുഖങ്ങൾ അവളെ പിടികൂടി. പലതരം രോഗപീഠകൾ അലട്ടുമ്പോഴും പ്രസന്നവദനയായി കാണപ്പെട്ടു. ജീവിത സങ്കടങ്ങളുടെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ സുസ്മിത വദനവുമായി പ്രത്യക്ഷപ്പെടുന്നവനാരോ അവൻ മഹാനെന്നത്ര അൽഫോൻസാമയുടെ മതം. കുരിശുകൾ തന്നാണ് ഈശോ സ്നേഹിക്കുന്നതെന്നും സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കുരിശുകളും സങ്കടങ്ങളും നൽകിയെന്നും അൽഫോൻസ വിശ്വസിച്ചു. തന്റെ ജീവിതത്തിൽ മറ്റാരും അനുഭവിക്കാത്തത്ര കഷ്ടപ്പാടുകളും വിഷമങ്ങളും അവൾക്കുണ്ടായി. പാരവശ്യം, രക്തസ്രാവം, ചുമ, പനി എന്നിവ അസുഖങ്ങൾ അവളുടെ ജീവിത അവസാനം വരെ നീണ്ടുനിന്നു. ഈ സഹനത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നിയിൽ ലയിക്കുവാൻ വിശുദ്ധ കൊതിച്ചു. സഹനങ്ങൾക്കൊടുവിൽ 1946 അൽഫോൻസ അന്തരിച്ചു. മരണശേഷം ഏകദേശം 40 വർഷങ്ങൾക്കൊടുവിൽ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ജൂലൈ 19 മുതൽ 28 വരെ തിരുനാൾ ആഘോഷിക്കുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും വരുമ്പോൾ അൽഫോൻസാമയെ പോലെ അടിപതറാതെ ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് അൽഫോൻസാമ.